സമൂഹത്തിന് മുന്നിൽ നിസ്സഹായരായി പോകുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യരെ ചേർത്ത് പിടിച്ചു. ആ വ്യത്യാസം ഈ ഒരു കാര്യം കൂടി പറയട്ടെ. 2016 മുൻപ് 40,000 കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ. ഒരു കുടുംബത്തിനൊരു വർഷം ലഭിച്ചിരുന്ന ഇൻഷുറൻസ് പരിരക്ഷ 30,000 രൂപ. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിലവിൽ വന്നു. ഇന്ന് ആ 40,000 കുടുംബങ്ങളുടെ സ്ഥാനത്ത് 42.5 ലക്ഷം കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് കേരളത്തിൽ. 30,000 രൂപ കവറേജിൻ്റെ സ്ഥാനത്ത് 5 ലക്ഷം രൂപ ഇന്നൊരു കുടുംബത്തിന് ലഭിക്കും. കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. ഇനി ഇതിൽ പെടാതെ പോയ ഒരു മധ്യവർഗമുണ്ട്, മിസ്സിംഗ് മിഡിലുണ്ട്. ഈ സർക്കാരിൻ്റെ ലക്ഷ്യം അവർക്കുകൂടി ഇത് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ എന്നുള്ളതാണ്. പണമില്ലാത്തതിൻ്റെ പേരിൽ നല്ല ചികിത്സ നിഷേധിക്കപ്പെടാനായിട്ട് പാടില്ല. അതോടൊപ്പം പ്രധാനമാണ് രോഗപ്രതിരോധം, രോഗമില്ലാതെ ഇരിക്കുക എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ ക്യാൻസറിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും അറിയിക്കുന്നു. ഈ ഒരു മീറ്റിങ്ങിൽ വന്ന് ചേർന്ന വേദിയിലും സദസ്സിലുള്ള എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ആദരണീയനായിട്ടുള്ള കേരള നിയമസഭയുടെ സ്പീക്കർ, അദ്ദേഹം മാതൃകയാണ്. നല്ല ചർച്ചകൾ നടക്കുമ്പോൾ വളരെ സജീവമായി ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടും വൈദ്യശാസ്ത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എപ്പോഴും അതിൽ ഉണ്ടാകും എന്നുള്ളത്. അതോടൊപ്പം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ഈ ആരോഗ്യ മേഖലയ്ക്ക് നൽകുന്ന സംഭാവനകളെ പ്രത്യേകിച്ചും ഞാൻ നന്ദിയോടെ ഓർത്തുകൊണ്ടും തലശ്ശേരി നഗരസഭ ഇവിടെ ഈ ഫണ്ട് അതുകൂടി പറയട്ടെ. ബഹുമാനപ്പെട്ട രാകേഷ് എംപിയുടെ ഫണ്ട് 88.3 ലക്ഷം രൂപ വിനിയോഗിച്ചിട്ടുള്ള പ്രത്യേകം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തലശ്ശേരി നഗരസഭ 51 ലക്ഷം രൂപ, ആരോഗ്യ വകുപ്പിൻ്റെ ROP NHM ROP 35 ലക്ഷം രൂപ, ആർദ്രം ഫണ്ട് ആരോഗ്യ വകുപ്പിൻ്റെ 15 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഉദ്ഘാടനത്തോടു കൂടി നമ്മുടെ ആരോഗ്യ കേന്ദ്രം ഒരു കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ള നിലയിൽ കൂടി ഉയർത്തപ്പെടുകയാണ്.